നമ്മുടെ വാട്സപ്പിനകത്തും അതേപോലെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിനകത്തും ഒക്കെ നമ്മൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സെക്യൂരിറ്റിക്ക് വേണ്ടി. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് 2 ഫാക്ടർ ഒതൻറ്റിഫിക്കേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ട് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ളത്. ഇതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇൻസ്റ്റഗ്രാം ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹോം പേജിലെത്തിയിട്ടുണ്ട്. ഇവിടെ താഴെ റൈറ്റ് സൈഡിൽ ഒരു പ്രൊഫൈൽ ഐക്കൺ കാണാം. അതിൽ ടാപ്പ് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലോട്ട് പോവുക. ശേഷം നമുക്ക് ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ റൈറ്റ് ടോപ്പിലായിട്ട് ഒരു 3 ലൈൻസ് ഉണ്ട്. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് സെറ്റിങ്സ് ആൻഡ് ആക്ടിവിറ്റി എന്നുള്ള ഏരിയയിൽ എത്തുക. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യമായിട്ട് യുവർ അക്കൗണ്ട് എന്നുള്ള ഏരിയയ്ക്ക് താഴെയായിട്ട് അക്കൗണ്ട്സ് സെൻഡർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പേജിൽ നമുക്കിവിടെ കൃത്യമായിട്ട് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റിക്ക് താഴെയായിട്ട് ഒരുപാട് ഓപ്ഷൻസ് വീണ്ടും കാണുന്നുണ്ട്. ഇവിടെ സെക്കൻഡായിട്ട് 2 ഫാക്ടർ ഒതൻറ്റിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏതിലാണോ ഇത് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ 2 ഓപ്ഷൻസ് ഇവിടെ ഇത് സെറ്റ് ചെയ്യാനായിട്ട് അവൈലബിൾ ആണ്. ഞാനിവിടെ സെക്കൻഡ് ഓപ്ഷനായിട്ടുള്ള SMS ഓർ വാട്സപ്പ് എന്നുള്ള ഏരിയയിലാണ് ടാപ്പ് ചെയ്യുന്നത്. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള താഴെയുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇത്തരത്തിൽ ഒരു കൺഫർമേഷൻ കോഡ് എൻ്റർ ചെയ്യാനുള്ള മെസ്സേജ് വന്നതായിട്ട് കാണാം. അപ്പോൾ ഒരു കൺഫർമേഷൻ കോഡ് നമുക്കിവിടെ വരും. ആ വന്നിട്ടുള്ള കോഡ് കൃത്യമായിട്ട് തന്നെ ഒന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം അതിവിടെ എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് എന്നുള്ള ഏരിയയിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. താഴെയുള്ള ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളതിന് ശേഷം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇത്തരത്തിൽ നമുക്ക് ഇവിടെ ഒരു 2 ഫാക്ടർ ഒതൻറ്റിഫിക്കേഷൻ ഈസ് ഓൺ എന്നുള്ളൊരു മെസ്സേജ് വന്നതായിട്ട് കാണാം. ഇത്രയും ചെയ്തതോടെ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നുണ്ട്. നമ്മളുടെ താഴെ ഡൺ എന്നുള്ള ഏരിയയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.